സംഘപരിവാർ പ്രവർത്തകർ തല്ലിക്കൊന്ന മകന്റെ ചേതനേറ്റ ശരീരം കാണേണ്ടി വന്ന ഹതഭാഗിയായ ഉമ്മ. മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ടുകാർക്ക് ഈ ദിവസം നടുക്കുന്ന ഓർമ്മയാകുമെന്നുറപ്പ്. ആംബുലൻസിൽ വെച്ചുള്ള പൊതുദർശനത്തിന് പിന്നാലെ ചോലക്കുണ്ട് ജുമാ മസ്ജിദിൽ ജനാസ നമസ്കാരം, പിന്നെ ഖബറടക്കം. കുടുപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ഞായറാഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നിരുന്നു. ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ച അഷറഫ് എന്ന ചെറുപ്പക്കാരനെ 25ഓളം വരുന്ന ആക്രമികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തി. അഷറഫിന് മാനസിക വൈകല്യമുണ്ടെന്ന കാര്യം ഓർക്കണം. ഈ യുവാവിനെ അതിക്രൂരമായിട്ടാണ് അടിച്ചു കൊന്നിരിക്കുന്നത്. അവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. ഈ യുവാവ് പാകിസ്ഥാനു വേണ്ടി ജയ് വിളിക്കുന്നു. ഇത് കണ്ട് പ്രകോപിതരായ സംഘപരിവാർ സംഘമാണ് ക്രിക്കറ്റ് മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെ ഒരു 25ഓളം പേര് വന്ന് ഇയാളെ അടിച്ചു കൊല്ലുന്നത്. അഷ്റഫിന് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. എന്നാൽ വയലന്റ് ആവുന്ന, ആരെയും ഉപദ്രവിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളു കൂടിയാണ്. പലപ്പോഴും പല യാത്രകളുമൊക്കെ പോയിട്ട് തിരിച്ചു വരും. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചെത്തുകയും ചെയ്യും. ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ഞായറാഴ്ചയാണ്. സംഭവം നടന്ന് 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ആക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ മരിച്ചു കുറേ സമയം 1-2 മണിക്കൂറുകളോളം പോലീസ് ഈ ബോഡി എടുത്തിട്ടില്ല. 1-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് ന്യൂസ് ആകുന്നത്. അതിനുശേഷം മാത്രമാണ് പോലീസ് ഇത് ഗൗരവമായിട്ടെടുത്തത്. ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണമായൊരു ഇൻഫർമേഷൻ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും അഷ്റഫിന്റെ കുടുംബത്തിന് തീരാത്ത ഒരു നഷ്ടം തന്നെയാണ്. പാകിസ്ഥാനു വേണ്ടി ജയ് വിളിച്ചതിന്റെ പേരിൽ ഇത്ര പേരൊക്കെ ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമുള്ള കാര്യമാണ്. ആ ക്രിക്കറ്റ് മൈതാനത്ത് ഒരുപാട് പേരുണ്ടായിട്ടും ഒരാൾക്ക് പോലും ഇയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വലിയൊരു നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാനസിക പ്രശ്നമുള്ള ഒരാൾ എന്തോ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പ്രകോപിതരായി ഒരാളെ കൊല്ലാൻ മാത്രം കണ്ണിൽ ചോര പോലും ഇല്ലാത്ത മനുഷ്യർ.